അപ്പോ നമ്മൾ ഇന്ന് 9ാം ക്ലാസ് SCERT കേട്ടോ, പുതിയ പാഠപുസ്തകമാണ്. 9ാം ക്ലാസ് SCERT ബയോളജിയിലെ 2ാമത്തെ ചാപ്റ്ററായ ദഹനവും പോഷക സംവഹനവും എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോ ദഹന വ്യവസ്ഥ, പിന്നെ ദഹനം, പോഷകാകിരണം, വില്ലസിന്റെ ഘടന. വില്ലസ് അറിയാമല്ലോ എന്തുവാന്നല്ലേ, അബ്സോർപ്ഷന് സഹായിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോ ഇത് കണ്ടോ, നമുക്ക് ഇവിടെ ഒരു ചിത്രം ഇങ്ങനെ തന്നേക്കുക. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ഇപ്പൊ കാണുന്നത് നമ്മള്? ചോറുണ്ട് അല്ലേ, ചോറുണ്ട്, പരിപ്പുണ്ട്, പിന്നെ എന്തോ ഇലക്കറിയോ മറ്റോ ഉണ്ട്, മുട്ടയുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ തന്നേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ എന്തൊക്കെ പോഷക ഘടകങ്ങളാ കിട്ടുന്നതെന്ന് അറിയാനാ. അപ്പൊ ചോറിൽ നിന്ന് എന്തുവാണ് കൂട്ടുകാരെ കിട്ടുന്നത്? ചോറിൽ നിന്ന് അതെ, കാർബോഹൈഡ്രേറ്റ്, അന്നജം കിട്ടും അല്ലേ. അതേസമയം നമ്മുടെ മുട്ട പ്രോട്ടീൻ അല്ലേ, പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെന്തുവാ, ഇലക്കറികള്, ഫൈബറൊക്കെ നമ്മുടെ അത്യന്താപേക്ഷിതമായ ഘടകമാണ് നമ്മുടെ ആഹാരത്തില്. അപ്പോ ആ ഒരു കാര്യം ഇവിടെ പറയുന്നത് കേട്ടോ. ഫുഡ് പ്ലേറ്റ്, വളർച്ചാ ഘട്ടത്തിലുള്ളവർ സമീകൃതാഹാരം കഴിക്കണം, ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം അല്ലേ. അപ്പോ പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങള്, പാലും പാലുൽപ്പന്നവും, പയറുവർഗം അല്ലെങ്കിൽ മാംസം എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പഴങ്ങളിലും പച്ചക്കറിയിലും ധാരാളമായി നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? വൈറ്റമിൻസ് ഉണ്ട് അല്ലേ. വൈറ്റമിൻസ്, നമ്മുടെ വൈറ്റമിൻ എ, റെറ്റിനോള് ഏത് പച്ചക്കറികളിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്? ക്യാരറ്റ്, ഇലക്കറികളിലൊക്കെ ഉണ്ട് വൈറ്റമിൻ എ അല്ലേ. പിന്നെന്താ, ധാതുക്കള്, മിനറൽസ്, മറ്റ് പോഷക ഘടകങ്ങള്, പിന്നെ ഫൈബർ, നാരുകള്, ഇവയെല്ലാം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്. ആരോഗ്യകരമായ ജീവിതത്തിന് ഈ ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. അപ്പൊ ഇത് കണ്ടോ, ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങള് 4ആയിട്ട് തിരിച്ചു വെച്ചേക്കുക. കണ്ടോ എന്തൊക്കെ ഉൾപ്പെട്ടേക്കുന്നേ? ക്വാർട്ടർ ഭാഗം, 1/4 ഭാഗം അല്ലേ, എന്തുവാ വെച്ചേക്കുന്നേ? പച്ചക്കറികളാ. ക്വാർട്ടർ ഭാഗത്തിൽ എന്തുവാ? പഴങ്ങളാ വെച്ചേക്കുന്നത്, പഴവർഗ്ഗങ്ങള്. ക്വാർട്ടർ ഭാഗത്തില് നമ്മുടെ അന്നജം അല്ലെ, അന്നജവും പയറുവർഗവും ഒക്കെയാണ് വെച്ചേക്കുന്നത്. ബാക്കി ക്വാർട്ടർ ഭാഗത്തിൽ എന്താണ് വെച്ചേക്കുന്നത്? മാംസമാണ് അല്ലെ, മാംസവും പാലുൽപ്പന്നവും വെച്ചേക്കുന്നത്. മാംസവും പാലുൽപ്പന്നങ്ങളുമാണ് വെച്ചേക്കുന്നത്. അപ്പോ നമ്മുടെ ഈ ഫുഡ് പ്ലേറ്റില് എന്തൊക്കെയാണുള്ളതെന്ന് മനസ്സിലായല്ലോ അല്ലെ. ക്വാർട്ടറായിട്ട് തരം തിരിച്ചേക്കുക. അപ്പോ ഹാഫ് ഭാഗം പഴവും പച്ചക്കറിയും തന്നെ. അതിൽ തന്നെ എന്തുവാണ്? ഫൈബറും നമുക്ക് ലഭ്യമാവും അല്ലെ. ഫൈബറും കിട്ടും, നാരുകളും കിട്ടും. കാൽഭാഗം എന്തുവാ? ഈ അന്നജവും പ്രോട്ടീനുകളും ഒക്കെ ഉൾപ്പെടാൻ ഉള്ള ഭക്ഷണ സാധനങ്ങളാണ്. കാൽഭാഗത്തില് നമുക്ക് മീറ്റ് അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങള്. അപ്പോ ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഇന്ന് കുട്ടികളിൽ കൂടി വരുന്നുണ്ട്. അപ്പൊ ഇത്തരം ഭക്ഷണങ്ങളിൽ കലോറി കൂടുതലും പോഷകമൂല്യം കുറവുമാണ്. അപ്പോ ഈ ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും കൂട്ടുകാരെ? നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതല്ല അല്ലേ. പോഷകക്കുറവിന് കാരണമാവുകയും ചെയ്യും. അതുമൂലം പോഷകം കുറവ് കാരണം വരുന്ന അസുഖങ്ങളുണ്ടല്ലേ. ഇപ്പൊ വൈറ്റമിൻ എ കുറഞ്ഞാൽ നമ്മുടെ കണ്ണിന് പ്രശ്നമാണ് അല്ലെ. വൈറ്റമിൻ സി കുറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും പ്രശ്നമാണ്, നമ്മുടെ മോണകളുടെ ആരോഗ്യത്തിനും ഒക്കെ പ്രശ്നമാണ് അല്ലേ. വൈറ്റമിൻ സി കുറയുമ്പോൾ വരുന്ന അസുഖം ഏതാണ്? നമ്മുടെ മോണകളില് അതെ, സ്കർവി. പണ്ട് നാവികന്മാർക്ക് വരുന്ന ഒരു അസുഖമായിരുന്നു അല്ലെ. ശരി, അപ്പോ ജീവികൾക്ക് പോഷകങ്ങൾക്കായിട്ട് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? പോഷണം എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രീഷനിലെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഈ പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ എന്താണ് വരുന്നത്? ഇഞ്ചക്ഷൻ ആണല്ലേ, ആഹാരം സ്വീകരിക്കൽ അല്ലെ, ഇഞ്ചക്ഷനാ. രണ്ടാമത്തെ ഘട്ടം എന്താണ് കൂട്ടുകാരെ? രണ്ടാമത്തെ
ഡൈജഷൻ ആണ്, ദഹനമാണ്, ഡൈജഷൻ ആണ്. മൂന്നാമത്തേത് വരുന്നത് ഏതാണ്? ആഗിരണം അഥവാ അബ്സോർപ്ഷൻ ആണ് അല്ലെ, ആഗിരണം. പിന്നെന്താണ്? അത് അസിമിലേഷൻ, നമ്മുടെ ശരീരത്തിൽ തന്നെ അബ്സോർബ് ചെയ്ത് ഉപയോഗിക്കുക, അസിമിലേഷൻ ചെയ്യും. പിന്നെന്താണ് വരുന്നത്? ദഹനാവശിഷ്ടത്തിന്റെ പുറന്തള്ളൽ അല്ലെ, വേസ്റ്റ് ഡിസ്പോസൽ ആണ് നടക്കുന്നത്. അപ്പോൾ ലഘുഘടനയുള്ള ജീവികളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവികളിലേക്ക് പോകുന്തോറും, നമ്മൾ താഴത്തെ ലെവലിൽ നിന്ന് മുകളിലത്തെ ലെവലിലേക്ക് പോകുന്തോറും ഈ പോഷണ പ്രക്രിയ, ന്യൂട്രീഷന്റെ പ്രക്രിയ കോംപ്ലക്സ് ആയിട്ട് വരും, സങ്കീർണമാകും. അപ്പോൾ ഏകകോശ ജീവിയായ അമീബയിലും ബഹുകോശ ജീവിയായ ഹൈഡ്രയിലും എങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ന്യൂട്രീഷൻ നടക്കുന്നത്? നമുക്കത് പഠിക്കാം. അമീബ നമുക്കറിയാം അല്ലെ, ഏകകോശ ജീവിയാ. എന്താണ് ഈ ഏകകോശ ജീവി എന്ന് പറഞ്ഞാല്? എന്താണ്? ഒറ്റയ്ക്ക് തന്നെ അതിന് സർവൈവ് ചെയ്യാൻ പറ്റും അല്ലെ, ഫങ്ഷൻ ചെയ്യാൻ പറ്റും. കൂട്ടമായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. ഒറ്റയ്ക്ക് തന്നെ അതിന് സ്വതന്ത്രമായിട്ട് ആഹാരം സ്വീകരിച്ച് അതിനെ ദഹിപ്പിച്ച് അതിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്ത് ജീവിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, അതിന് സ്വയം തന്നെ രണ്ടായിട്ട് മാറാനും പറ്റും അല്ലെ, റീപ്രൊഡക്ഷനും പറ്റും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അത് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിലോ ഒരു കൂട്ടമായിട്ടിരിക്കും അല്ലെ, ഒരേ ഫംഗ്ഷനും സ്ട്രക്ചറുമുള്ള കോശങ്ങള്, സെല്ലുകള് ഒരു കൂട്ടമായിട്ടിരുന്നിട്ടാണ് ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് അല്ലെ. അതാണ്. അപ്പോ അമീബയുടെ കാര്യം, ആഹാരവസ്തുവിനടുത്ത് അമീബ എത്തുമ്പോൾ എന്ത് പറ്റും? സ്യൂഡോപോഡിയം അല്ലെങ്കിൽ കപടപാദങ്ങൾ കേട്ടുണ്ടോ? കപടപാദങ്ങള്, അതായത് അതിന്റെ തന്നെ കോശത്തിന്റെ ഒരറ്റം, കോശസ്തരത്തിന്റെ ഒരറ്റം ഇങ്ങനെ വളച്ചെടുത്തിട്ട് ഈ ആഹാരത്തെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ നോക്കുക, കോശത്തിനുള്ളിലോട്ടാക്കാൻ നോക്കുക. അങ്ങനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ എന്തു പറ്റും? വാക്യൂൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യും. ഈ വാക്യൂളിനകത്തായിരിക്കും പിന്നെ ഈ ഫുഡ് ഉള്ളത്. അപ്പൊ ഈ വാക്യൂളിനകത്ത് പിന്നെ എൻസൈമുകൾ സെക്രറ്റ് ചെയ്തിട്ട് ഈ ആഹാരത്തെ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇത്തരം ദഹനമാണ് കോശാന്തരിക ദഹനം, ഇന്റർസെല്ലുലാർ ഡൈജഷൻ ആണ്. അപ്പോ അവശിഷ്ടങ്ങൾ എന്നിട്ട് എങ്ങനെയാണ് കളയുന്നത്? അതിന് സെപ്പറേറ്റ് ഓർഗൻസ്, അവയവങ്ങളൊന്നും ഇല്ല ഈ അവശിഷ്ടം കളയാൻ. നമുക്കാണെങ്കിൽ വൻകുടലൊക്കെ ഉണ്ട് അല്ലെ, നമ്മുടെ കിഡ്നീസ് ഉണ്ട് എക്സ്ക്രീഷന്. അപ്പം ഇവിടെ എന്തുവാ ഡൈജഷൻ? ഡൈജഷൻ, ആഫ്റ്റർ ഡൈജഷൻ എന്തുവാ? ഈ വേസ്റ്റ് എങ്ങനെ കളയുന്നേ? എങ്ങനെയാണോ മുമ്പേ തുറന്ന് ഈ ഫുഡ് എടുത്തത്, ശരീരത്തിന്റെ ഒരു ഭാഗം തുറന്ന് എങ്ങനെ ഈ ഫുഡ് എടുത്തോ അതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു ഭാഗം തുറന്ന് അതിന്റെ സെൽ മെംബ്രെയിൻ അങ്ങ് തുറന്ന് അവിടെ കൂടെ വേസ്റ്റ് അങ്ങ് പുറന്തള്ളുക ചെയ്യുന്നത് അമീബ. ഓക്കെ, അപ്പോ അടുത്തതായിട്ട് നമ്മൾ ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ജീവിയുടെ കാര്യം നോക്കുന്നത് കേട്ടോ. ഹൈഡ്ര, ഈ ഹൈഡ്ര മൾട്ടിസെല്ലുലാർ ഓർഗാനിസം കേട്ടോ. മൈക്രോസ്കോപ്പിക് തന്നെയാണ്, പക്ഷെ മൾട്ടിസെല്ലുലാർ ആണ്. അപ്പൊ ഹൈഡ്ര ടെന്റക്കിളിന്റെ സഹായം, ടെന്റക്കിൾ അറിയാലോ, നമ്മുടെ നീരാളികൾ അറിയത്തില്ലേ, ഒക്ടോബസ് ഒക്കെ, അതിന്റെ കൈകൾക്ക് സമാനമാ. അപ്പൊ അതാണ് ടെന്റക്കിൾസ് കേട്ടോ, ടെന്റക്കിൾസ്. അപ്പൊ ഹൈഡ്രയ്ക്ക് ടെന്റക്കിൾസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പം ഈ ടെന്റക്കിൾ വെച്ചിട്ട് ഇരയെ മരവിപ്പിക്കും, സ്റ്റൺ ചെയ്യും. എന്നിട്ടാണ് ഇത് വായ്ക്കുള്ളിലാക്കുന്നത്. കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ, വായയാണ് അവിടെ. അപ്പൊ ഈ ടെന്റക്കിൾ ഉപയോഗിച്ച് ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കി ഇതിന് ശരീര അറയുണ്ട് കേട്ടോ, ഉൾഭാഗമുണ്ട്, അവിടെ എത്തിക്കുന്നു. ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമിന്റെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് തന്നെ ദഹനം ആരംഭിക്കുക, ഈ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ. അത് കോശബാഹ്യ ദഹനം എന്ന് പറയുന്നു. ഇനി കോശത്തിനുള്ളിൽ എത്തിക്കഴിയുമ്പോൾ ഭാഗികമായി ദഹിച്ച ഈ ഘടകങ്ങളെ, ഫുഡ് വാക്യൂളും ഉണ്ട് ഇതിന് കേട്ടോ, ഫുഡ് വാക്യൂളും ഉണ്ട്. അപ്പൊ വാക്യൂളിനുള്ളിലെ എൻസൈം പൂർണ്ണമായിട്ട് അങ്ങ് ദഹിപ്പിച്ച് കളയും. ഓക്കെ, അതാണ് കോശാന്തരിക ദഹനം. ഇനി എങ്ങനെയാ അവശിഷ്ടം പുറന്തള്ളുന്നത്? എങ്ങനെയാ ദഹിച്ചു കഴിഞ്ഞിട്ട്? എങ്ങനെയാണോ കയറിയത്, അതിന്റെ വായ്ഭാഗം വഴിയാണല്ലോ കയറിയത്, അതുവഴി തന്നെ തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ ഇവിടെ നമുക്കൊരു ടേബിൾ തന്നേക്കുക, അമീബയുടെ കാര്യമൊക്കെ. ശരീരഘടന എന്തുവാ? അമീബ ഏകകോശ ജീവിയാണ്. ഹൈഡ്രയോ ലഘുഘടനയുള്ള ബഹുകോശ ജീവിയാണ് കേട്ടോ.
അതേസമയം ആഹാര സ്വീകരണോപാധി അമീബയിൽ എന്താണ്? കപടപാദങ്ങളാണ്. ഹൈഡ്രയിലോ ടെന്റക്കിൾസ് ആണ് അല്ലെ. ദഹനം നടക്കുന്ന ഭാഗം, രണ്ട് ജീവികളിലും ദഹനം എവിടെ തന്നെ നടക്കുന്നത്? ശരീരത്തിന്റെ ഉൾഭാഗത്ത് തന്നെയല്ലേ നടക്കുന്നത്? അതെ. ദഹനാവശിഷ്ടത്തിന്റെ പുറന്തള്ളൽ എങ്ങനെയാണ് നടക്കുന്നത്? അമീബയിലെ കോശോപരിതലത്തിലൂടെയും സെൽ സർഫസ്, ഹൈഡ്രയില് പക്ഷെ എങ്ങനെയാ? അതിന്റെ വായയിൽ കൂടെയുമാണ് നടക്കുന്നത്. അതേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. അപ്പോ ഏകകോശ ജീവിയായ അമീബയിൽ നിന്നും ലഘുഘടനയുള്ള ബഹുകോശ ജീവിയായ ഹൈഡ്രയിലേക്ക് എത്തുമ്പോൾ കോശാന്തരിക ദഹനത്തിന് അഥവാ ഇൻട്രാസെല്ലുലാർ ഡൈജഷന് പുറമെ കോശബാഹ്യ ദഹനം എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷന് നടക്കുന്നുണ്ട്. അപ്പോൾ ബഹുകോശ ജീവികളിൽ പോഷകാവശ്യം നിറവേറ്റുന്നതിന് ദഹന വ്യവസ്ഥയിലും ദഹന പ്രക്രിയയിലും നിരവധി സങ്കീർണതകൾ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദഹനം നമ്മുടെയൊക്കെ കാര്യത്തിലോട്ട് വരുമോ? ദഹനം എന്താണ്? ഡൈജഷന് സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഈ ദഹനം എന്ന് പറയുന്നത്, ഡൈജഷന്. അപ്പോൾ നമ്മുടെയൊക്കെ മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിന്റെ ബഹുകോശ ജീവികളുടെ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തിരിക്കാം അല്ലെ. യാന്ത്രിക ദഹനം, പിന്നെ രാസിക ദഹനം. അപ്പൊ നമുക്കുണ്ട് ഇത് യാന്ത്രിക ദഹനം, മെക്കാനിക്കൽ ഡൈജഷന്. ഓക്കെ. അപ്പോ എന്താണ് ഈ യാന്ത്രിക ദഹനത്തിൽ വരുന്നത്? എന്താണ്? ആഹാരത്തെ ചെറു കണികകളാക്കി മാറ്റുകയാണ് അല്ലെ. ആഹാരത്തെ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുക. അപ്പൊ പല്ലുകള് ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയും ഇത് സാധ്യമാവുന്നു കേട്ടോ. നമ്മുടെ വയറിലെ മസിൽസ് ഉപയോഗിച്ച് നമ്മൾ കഴിക്കുന്ന ആഹാരം ഗ്രൈൻഡ് ചെയ്യുമല്ലോ. അപ്പം അതും പിന്നെന്താണ്? നമ്മൾ കഴിക്കുമ്പോൾ വായിലേക്ക് വെക്കുമ്പോൾ എന്താ? നമ്മൾ പല്ലുകൾ ഉപയോഗിച്ചിട്ട് ചവച്ചരയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം മെക്കാനിക്കൽ ഡൈജഷനിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അതേസമയം രാസിക ദഹനം എന്താണ്? രാസിക ദഹനം അതാ പേരിൽ തന്നെ ഉണ്ടല്ലേ, കെമിക്കൽ ഡൈജഷൻ. ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളായി മാറുക. അതായത് സിമ്പിൾ അബ്സോർബിൾ മെറ്റീരിയൽസ് ആയിട്ട് മാറുക, കമ്പോണൻസ് ആയിട്ട് മാറുക കെമിക്കൽ ഉപയോഗിച്ച്. അപ്പൊ നമുക്ക് എന്താണ് കെമിക്കൽ ഉള്ളത്? നമ്മുടെ വയറ്റിൽ എന്തുവാ കെമിക്കലാ ഉള്ളത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലെ. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ. ഓക്കെ. അപ്പോൾ യാന്ത്രിക ദഹനം നടക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലേ, വായ് പറഞ്ഞു. വായ്, പല്ലും കൊണ്ട്. പിന്നെ ആമാശയത്തിലുണ്ടല്ലേ, ആമാശയത്തിലും നടക്കുന്നുണ്ട് യാന്ത്രിക ദഹനം തന്നെ. പിന്നെ അതിനുശേഷം നമ്മുടെ ചെറുകുടലിലും നടക്കുന്നുണ്ട് കേട്ടോ, ചെറുകുടലിലും നടക്കുന്നുണ്ട്. അപ്പോ വായയിലെ പല്ലുകള് ആഹാരത്തെ ചവച്ചരയ്ക്കുന്നു. ആമാശയത്തിലോ? ആമാശയത്തിലെ പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിൽ കൂടെയാണ് ആഹാരം ദഹിക്കുന്നത്, ഗ്രൈൻഡ് ചെയ്തെടുക്കും. പിന്നെന്ത് വരുന്നത്? ചെറുകുടലിലും എന്താ? പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെ ആഹാരം ദഹിക്കുന്നു. ഓക്കെ. അപ്പോ നമ്മുടെ പശുവിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. പശു മാത്രമല്ല, നമ്മുടെ ഹെർബിവോർ ആനിമൽസ് ഉണ്ടല്ലോ, റുമിനൻസ് എന്ന് പറയുന്ന ആനിമൽസ്, അതായത് പശു, പിന്നെന്താ, പോത്ത്, മാന്, കുതിര, കഴുത, അങ്ങനെ വരുന്ന ജീവികളുണ്ടല്ലോ, സീബ്ര. ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. റുമിനൻസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്, ഈ മൃഗങ്ങളെ. എന്തുകൊണ്ടാണ്? ഇവർക്ക് 4 അറയുണ്ട് ഇവരുടെ വയറ്റില്. ആ 4 അറയാണ് റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. അതായത് നമ്മൾ ഈ പശുവൊക്കെ വിശ്രമിക്കുമ്പോൾ തുടർച്ചയായി ചവയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ എന്താണ് ശരിക്കും ഇവർ ചെയ്യുന്നത്? ഇവർ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, പെട്ടെന്ന് ഇങ്ങനെ കടിച്ചെടുത്ത് വിഴുങ്ങുക അല്ലേ? അപ്പോ അതെ. അപ്പോ ഇതിന് ശേഷമാണ് ഇവരെവിടെയും റെസ്റ്റ് ചെയ്യുന്ന സമയത്താ ഇരുന്ന് ഇങ്ങനെ ചവച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അതെന്തോ അവർ ചെയ്യുന്നതെന്നറിയോ? ആദ്യം അവരാ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വിഴുങ്ങുന്നതേ ഉള്ളൂ. പിന്നെ അവര് റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് ഓരോ ബോൾസ് ആയിട്ട് ഇങ്ങനെ ഇവരുടെ വായിലേക്ക് വരും. അവരെന്നിട്ട് അത് ചൂ ചെയ്ത്
ഒന്നാമത് സെല്ലുലോസ് ആണെന്ന് ഓർക്കണം, ചെടികളായി കഴിക്കുന്നത്. അപ്പൊ നല്ല പോലെ ദഹിക്കേണ്ട സാധനം ഇത്. നമുക്ക് സെല്ലുലോസ് ദഹിക്കുമോ കൂട്ടുകാരെ? ഇല്ല, നമുക്ക് ദഹിക്കത്തില്ല കേട്ടോ. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയ ചെറിയ രീതിയിലൊക്കെ ചെറിയതായിട്ട് ദഹിപ്പിക്കാൻ ശ്രമിക്കും. ഓക്കെ. പക്ഷെ പശുവിന്റെ ഒക്കെ വയറ്റിലെന്ന് വെച്ചാല് ഈ ബാക്ടീരിയയുടെ ഒരു കൂടാണത്. ഈ ബാക്ടീരിയകൾ തന്നെയാണ് ദഹിപ്പിക്കാൻ സഹായിക്കുന്നതും ഈ സെല്ലുലോസ്. അപ്പോൾ ഇവയുടെ ആമാശയത്തിന് 4 അറയുണ്ട്, പറഞ്ഞല്ലോ ഇപ്പം. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. അപ്പോ ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് മുതലായ ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. റൂമനിൽ താൽക്കാലികമായി സംഭരിക്കുന്ന ഈ ആഹാരം തിരികെ വായിലെത്തി വീണ്ടും ചവച്ചരയ്ക്കപ്പെടുന്നതോടെ ദഹനപ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാവുന്നു. ഓക്കെ. അപ്പോ ഇനി നമ്മുടെ വായില് നമ്മളെ മെക്കാനിക്കൽ ഡൈജഷന്റെ കാര്യം പറഞ്ഞല്ലേ, പല്ലുകൾ ഉപയോഗിച്ച് ചവച്ചരയ്ക്കുന്നത്. അപ്പൊ പല്ലുകൾ ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്നു. ചവച്ചരയ്ക്കൽ പ്രക്രിയയെ നാക്ക്, ഉമിനീര് എന്നിവയാണ് സഹായിക്കുന്നത്. വിവിധ തരം പല്ലുകളും അവയുടെ ധർമ്മവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് കൂട്ടുകാരെ? നമുക്ക് നമ്മുടെ ഡെന്റൽ ഫോർമുല എന്താണ്? അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്. ഡെന്റൽ ഫോർമുല നമ്മുടെ മനുഷ്യരുടെ അതായത് 2123 ആണ് കേട്ടോ. 2123. അതായത് ഒരു സൈഡിലെ മാത്രം ക്വാർട്ടറായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാല് മുകൾ ഭാഗത്തെ ഒരു ക്വാർട്ടർ ഭാഗം എടുത്തെന്ന് വെച്ചോ, അവിടെ 2 ഇൻസിസർ, ഒരു കാനൈന്. ഇൻസിസർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ മുന്നിലെ പല്ല്, തൂമ്പപ്പല്ല്, കടിച്ചെടുക്കുന്ന ആപ്പിളൊക്കെ നമ്മൾ കടിച്ചെടുക്കത്തില്ലേ, ആ പല്ലുകള്. പിന്നെ നമ്മുടെ കൂർത്തിരിക്കുന്ന പല്ല്, കനൈൻസ്, അതാണ് 1. പിന്നെ വരുന്നത് പ്രിമോളാറ്. പ്രിമോളാറ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മോളാറ്, അണപ്പല്ലുകള്. പ്രിമോളാറും അണപ്പല്ലാണ്, പക്ഷെ സൈസ് ചെറുതാ. അപ്പോ ഇനാമല് കേട്ടോ, നമ്മുടെ പല്ലിന്റെ ഘടനയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഇനാമല് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് എന്ത്? നമ്മുടെ ഇനാമൽ എന്ന് പറയുന്നത്. പക്ഷെ ഇനാമലിന് ജീവനുണ്ടോ? ഇല്ല കേട്ടോ, നിർജീവമാണ്. അതേസമയം നമ്മുടെ അടുത്ത പല്ലിന്റെ ഉള്ളിലുള്ള ഭാഗം ഡെന്റൈന് എന്ന് പറയുന്നത് ജീവനുള്ള കോശങ്ങളാണ് കേട്ടോ. ഇതിന്റെയും താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്ന ഭാഗമാണ്, പല്ലിന്റെ ഏറ്റവും ആന്തര ഭാഗമാണ് ഇത്. പൾപ്പ് എന്ന മൃദുവായ യോജകകലയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? രക്തക്കുഴല്, നാടുകള്, ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങള്, പിന്നെന്താണ്? ഇത്രയാണ് ഇവിടെ കാണുന്നത്. നമ്മള് ഈ പല്ലുപുളിപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അല്ലെ ചൂടും അല്ലെങ്കിൽ തണുപ്പൊക്കെ കടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പല്ല് വഴി പെട്ടെന്ന് വേദന, തലച്ചോറിലോട്ട് പെട്ടെന്ന് വേദന കയറും അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഇനാമൽ തേഞ്ഞ് നമ്മുടെ ഈ പൾപ്പ് ക്യാവിറ്റി എക്സ്പോസ് ആയി ഇരിക്കുന്നോണ്ടാ. അല്ലെ ചിലപ്പം പുഴുപ്പല്ലെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നമ്മുടെ ഉൾഭാഗം അത്രയും തേഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലുണ്ടായിട്ട് ഉൾഭാഗത്തോട്ട് ഈ നമ്മുടെ വെളിയിലുള്ള വസ്തുക്കളുമായിട്ട് എക്സ്പോസ് ആവുമ്പോഴാണ് നമുക്ക് ഈ വേദന തോന്നുന്നത്. സെൻസോഡൈൻ്റെ ഒക്കെ പരസ്യം കണ്ടില്ലേ, ഇങ്ങനെ പല്ലുപുളിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്? അതാ സംഭവം. അപ്പോ അതിനുശേഷം എന്താണ്? നമ്മുടെ പല്ലിനെ നമ്മുടെ മോണയുമായിട്ട് ഉറപ്പിച്ച് നിർത്തുന്ന കാൽസ്യം അടങ്ങിയ ഒരു കണക്റ്റീവ് ടിഷ്യൂ, ഏതാണ്? സിമെന്റ് കേട്ടോ, സിമെന്റ്. അത് ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ, സിമെന്റ്. ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ ആമാശയത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ, ആമാശയം. അപ്പൊ ആമാശയ പേശികളുടെ ശക്തമായ പെരിസ്റ്റാൾസിസ് കേട്ടോ, നമ്മുടെ ഈ മൂവ്മെന്റ് ആണ് പെരിസ്റ്റാൾസിസ്. വേവ് ലൈക്ക് മൂവ്മെന്റ് ആണ് പെരിസ്റ്റാൾസിസ് കേട്ടോ. അപ്പോ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശി ആഹാരത്തെ മതിയായ സമയം ആമാശയത്തിൽ നിലനിർത്തുന്നു കേട്ടോ. ഗ്രൈൻഡിങ്ങിന്റെ കാര്യമായി പറഞ്ഞേക്കുന്നത്. അതിനുശേഷം ചെറുകുടലിലേക്ക് ആഹാരം ചെല്ലുക കണ്ടോ. ഇവിടെ നോക്കിയേ, കണ്ടോ, ഈ സ്ട്രക്ചറിന് നമ്മൾ ബോളസ് എന്നാ പറയുന്നത്. ഈ ബോൾ ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് ഇങ്ങനെ പോകുന്നത് ബോളസ്. അപ്പോൾ ചെറുകുടലിൽ നടക്കുന്ന പെരിസ്റ്റോൾസിസ്
സെഗ്മെന്റേഷൻ. അതെന്താണ്? അത് കണ്ടോ, ഓരോരോ ഭാഗങ്ങളായിട്ട് സെഗ്മെന്റായിട്ട് നമുക്ക് തരംതിരിക്കുക ഇവിടെ. അപ്പൊ സെഗ്മെന്റേഷൻ തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ, മെക്കാനിക്കൽ പ്രോസസ്സ് ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ആഹാരത്തെ ദഹനരസവുമായി കലർത്തുന്നതിനും സഹായിക്കുന്നു. കേട്ടോ, അത്രയും നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് എടുക്കാൻ എളുപ്പമാക്കുന്നത് ഏതാണ്? ഈ മെക്കാനിക്കൽ പ്രോസസ്സുകളാണ്. കെമിക്കലുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഇവര് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഈ ചവച്ചരച്ച ആഹാരം വിഴുങ്ങണം അല്ലേ, സ്വാളോയിങ്. അപ്പോ നമുക്ക് ഈ എപ്പിഗ്ലോട്ടിസ്, ചെറുനാക്ക്, ഉവില, ഈ മുകളിൽ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ആടുമല്ലോ നമ്മൾ വാ തുറന്ന് നോക്കിയാലേ. അപ്പൊ അവയുടെയൊക്കെ പ്രവർത്തനമാണ് ഇവിടെ പറയുന്നത്. ഈ എപ്പിഗ്ലോട്ടിസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ. എന്താണ് ഈ എപ്പിഗ്ലോട്ടിസ് ചെയ്യുന്നതെന്ന് അറിയാവോ? അതായത് നമ്മൾ ആഹാരമൊക്കെ വിഴുങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ തന്നെ കുറച്ച് ഉമിനീരൊന്ന് വിഴുങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിക്കണം, ആ നാക്കിന്റെ പുറകുവശത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. എന്തോ ഒന്ന് ഉയർന്നു വരുന്നതായിട്ട് തോന്നുന്നില്ലേ? ഒന്ന് വിഴുങ്ങി നോക്കി അല്ലേ? അപ്പോ എന്താണ്, നമ്മുടെ ശ്വാസനാളവും നമ്മുടെ ഫുഡ് പൈപ്പും അന്നനാളവും ഇത് രണ്ടിന്റെയും ഓപ്പണിങ് കോമൺ ആയിട്ട് ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ പ്രശ്നം എന്താ? നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ വായു പോകുന്ന നമ്മുടെ ആ ട്യൂബ്, അതായത് ശ്വാസനാളം, ഈ ശ്വാസനാളത്തിലോട്ട് ആഹാരം കയറത്തില്ലയോ എപ്പോഴും തുറന്നിരിക്കുവാണെങ്കിൽ? അതെ. അപ്പോ ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഈ ആഹാരം വിഴുങ്ങുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ ഉമിനീര് വിഴുങ്ങി നോക്കിയ സമയത്ത് ഈ എപ്പിഗ്ലോട്ടിസ് താഴോട്ട് പോവും. ഈ ശ്വാസനാളം കുറച്ച് മുകളിലോട്ട് വരുമ്പോൾ ഇത് അടയും, ഈ ശ്വാസനാളം അങ്ങോട്ട് അടയും. എന്നിട്ടാണ് ഈ ആഹാരം പാസ് ചെയ്ത് പോകുന്നത് ഫുഡ് പൈപ്പിൽ കൂടെ, അന്നനാളത്തിൽ കൂടെ. ഇതിപ്പോ നമ്മള് ആഹാരം കഴിച്ചുകൊണ്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുകയും തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അനുഭവം വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ചോറ് കഴിക്കുവാന്ന് വെച്ചോ, ഈ ഒരു ചോറിന്റെ അത്രയും സൈസ് ഒന്നും കാണത്തില്ല, അതിലും ചെറുതായിരിക്കും. അതങ്ങോട്ട് എന്ന് ഈ ശ്വാസനാളത്തിലോട്ട് കയറും ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോ. കയറി കഴിഞ്ഞാൽ പിന്നുള്ള പുകില് പറയണോ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അല്ലേ? ശ്വാസം കിട്ടാതെ കടന്ന് പെടയും അല്ലേ? പിന്നെ നമ്മുടെ ശരീരം തന്നെ എന്ത് ചെയ്യും? ശക്തമായിട്ട് ചുമയ്ക്കാൻ നോക്കും അല്ലെ? ചുമച്ചത് വെളിയിൽ കളയാൻ നോക്കും. അല്ലെ നമ്മുടെ പുറത്ത് നല്ലപോലെ ഒന്ന് തട്ടിയാലും തെറിച്ചു പോകും ഈ ആഹാരം. ശ്വാസനാളം വളരെ ചെറുതാ. അപ്പൊ ഈ സുഷിരം എന്താ, ഈ നമ്മൾ കഴിക്കുന്ന ആഹാരം കയറി അടഞ്ഞു പോകും. അതുകൊണ്ടാ നമ്മൾ കഴിക്കുന്ന സമയത്തിരുന്ന് സംസാരിക്കരുതെന്ന് ശരിക്കും പറയാനുള്ള കാര്യം. അപ്പൊ കേട്ടോ, നാക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. നമ്മുടെ മൂക്കിന്റെ അവിടുന്ന് താഴേക്ക് വരുമല്ലോ, അവിടെയും ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലേ വായിലേക്ക്. പിന്നെന്തോ പറഞ്ഞേക്കുന്നത്, നാക്കിന്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. പിന്നെന്താണ്? ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. ഒന്നുമില്ല, എപ്പിഗ്ലോട്ടിസ് ഈ ശ്വാസനാളം അടയ്ക്കാൻ സഹായിക്കുന്നതാ നമ്മൾ ആഹാരം വിഴുങ്ങുന്ന സമയത്ത്. കണ്ടോ, ഇത് കണ്ടോ, ആഹാരം ഉരുളകളാക്കുന്നു, താഴോട്ട് പോകുന്നു. ഇതേണ്ടേ ഈ ഭാഗത്ത് എത്തിയപ്പോ എന്തുവാ, എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തി വിടുക. കണ്ടോ, ഇപ്പൊ ക്ലോസ്ഡ് ആയി, ഈ ഒരു ഭാഗം ക്ലോസ്ഡ് ആയി, ഈ ഒരു ഹോള് ക്ലോസ്ഡ് ആയി. അന്നനാളത്തിലോട്ട് നമ്മൾ ആഹാരം വിഴുങ്ങിയപ്പോ താഴോട്ട് പോവുക. കണ്ടോ, ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ദഹനത്തില് ബാക്കി എന്തൊക്കെ പ്രോസസ്സാണ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ വായില് നമ്മൾ ദഹനം എവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്? ദഹനം എന്ന പ്രോസസ്സ് നമ്മുടെ വായിൽ തന്നെയാണ് അല്ലെ? ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമൈലേസ്, കേട്ടോ, അതൊരു എൻസൈമാണ് സലൈവറി അമൈലേസ്. ഇതിന്റെ സഹായത്തോടെ അന്നജത്തിന്റെ ദഹനം ആരംഭിക്കുന്നു. കേട്ടോ, അന്നജം, കാർബോഹൈഡ്രേറ്റിന്റെ ദഹനം ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചോറൊക്കെ പച്ചയ്ക്ക് ചവച്ച് നോക്കിയാല് നമുക്ക് മധുരം തോന്നില്ലേ? നോക്കിയിട്ടുണ്ടോ? പച്ചയ്ക്ക് ചോറ് ചവച്ച് നോക്കിയിട്ടുണ്ടോ?
അപ്പോ നമുക്കൊരു മധുരം തോന്നും അല്ലെ, ചെറിയ മധുരം. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഈ അന്നജത്തെ മാൾട്ടോസ് കേട്ടോ, മാൾട്ടോസ് എന്ന രൂപത്തിലോട്ടാക്കുക. മാൾട്ടോസ് ഒരു പഞ്ചസാര തന്നെ. അപ്പോ അതുകൊണ്ടാണ് നമുക്ക് ആ മധുരം തോന്നുന്നത്. അപ്പൊ അടുത്ത എന്താണ്? അന്നനാളം, ഈസോഫാഗസ്. പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്നു. ഈസോഫാഗസ് വഴി നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഈ മൂവ്മെന്റ് കണ്ടോ, വേവിലേക്ക് നമ്മളൊരു പേസ്റ്റിന്റെ ട്യൂബ് നമ്മൾ അമർത്തുമ്പോൾ, ഓരോ ഭാഗത്തായിട്ട് അമർത്തുമ്പോൾ എങ്ങനെയാ നീങ്ങി പോകുന്നത്, അതേപോലെയാണ് ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മൂവ്മെന്റ് കേട്ടോ. നമ്മൾ തലകുത്തി നിന്നാൽ പോലും നമ്മുടെ വയറ്റിൽ തന്നെ ആഹാരം ചെല്ലും, നമ്മൾ തലകുത്തി നിന്ന് ആഹാരം കഴിക്കുവാണെങ്കിലും. കാരണം ഗ്രാവിറ്റി കൊണ്ടല്ല, ഈ മസിലുകളുടെ മൂവ്മെന്റ് കൊണ്ടാണ് ആഹാരം വയറ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോ അടുത്തതാണ് എവിടാണ്? ആമാശയമാണ് കേട്ടോ, ആമാശയം. അപ്പൊ ആമാശയ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു, pH ക്രമീകരിക്കുന്നു. അപ്പൊ ഇതിലെ എൻസൈമുകളായ പെപ്സിൻ കേട്ടോ, പെപ്സിൻ അത് മറക്കല്ലേ, പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി പാർഷ്യലിയെ ഡൈജസ്റ്റ് ചെയ്യുന്നുള്ളൂ, ദഹിപ്പിക്കുന്നുള്ളൂ. അതേസമയം ലിപ്പേസ് ഒരു എൻസൈമാണ്. അതെന്താ ചെയ്യുന്നത്? കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കും. അപ്പോ ശ്ലേഷ്മം അഥവാ മ്യൂക്കസ്, നമ്മുടെ വയറിന്റെ ഭിത്തി മൊത്തം മ്യൂക്കസ് ആണ് കേട്ടോ, മ്യൂക്കസിന്റെ കോട്ടിംഗ് ഉണ്ട്. അപ്പൊ ഈ മ്യൂക്കസ് അഥവാ ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് നമ്മുടെ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്? ആഹാരം നമ്മുടെ ചെറുകുടല്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടാണ് പോകുന്നത്. അപ്പോ കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങള് ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലെ കാർബോഹൈഡ്രേറ്റ്സ്, അപ്പൊ കാർബോഹൈഡ്രേറ്റ്സും എന്താണ്? ഒരു എൻസൈമാണ്. അപ്പൊ സങ്കീർണമായ കാർബോഹൈഡ്രേറ്റിനെ ലഘു ഘടകങ്ങൾ, സിമ്പിൾ കമ്പോണൻസ് ആക്കുന്ന ആണ് ഈ കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ എന്തൊക്കെയാ ഈ സിമ്പിൾ ഘടകങ്ങൾ എന്ന് പറഞ്ഞേ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലാക്ടോസ് എന്നിവയൊക്കെയാ. ഇനി നമ്മുടെ പകുതി ഡൈജസ്റ്റ് ആയ പ്രോട്ടീൻ ഉണ്ടല്ലേ, നേരത്തെ ആരായിരുന്നു പകുതി ഡൈജസ്റ്റ് ആക്കി വെച്ചത്? പെപ്സിൻ അല്ലായിരുന്നോ? അപ്പോ ഈ പെപ്സിൻ പകുതി ദഹിപ്പിച്ച പ്രോട്ടീനെ പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം മുഴുവനായിട്ട് അങ്ങ് ഡൈജസ്റ്റ് ചെയ്യും, അമീനോ ആസിഡുകളായിട്ട് മാറ്റും. സത്യം പറഞ്ഞാൽ ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാല് അമീനോ ആസിഡ് തന്നെ. ഓക്കെ, അപ്പൊ ലഘുപോഷക ഘടകങ്ങള്, ജലം, വൈറ്റമിൻസ്, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. ആഗിരണമൊക്കെ നമുക്ക് പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞു കരളിന്റെയും പാൻക്രിയാസിന്റെയും ഒക്കെ രസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ കരള് ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് എന്ത്? പിത്തരസം. ഈ പിത്തരസം ഉൽപ്പാദിപ്പിച്ച് പിത്താശയത്തിൽ സംഭരിക്കുന്നു കേട്ടോ, പിത്താശയത്തിൽ സംഭരിക്കുന്നു. അപ്പോ പിത്തരസത്തിൽ എൻസൈമുകളില്ല, ഇത് പക്വാശയത്തിലെത്തി നമ്മുടെ കൊഴുപ്പിനെ ചെറുകണുകളാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്യുന്നു കേട്ടോ. അപ്പൊ ഇത് ആൽക്കലൈൻ ആയിരിക്കും. അത് നമ്മുടെ ചെറുകുടലിലോട്ട് ചെല്ലുമ്പോൾ ചെറുകുടലിലേക്ക് വന്ന ഫുഡ് എന്താണ്? അസിഡിക് ആണ്. അപ്പൊ ഈ കരളിൽ നിന്ന് വരുന്നത് ആൽക്കലൈൻ ആണ്. അപ്പൊ അതൊരു ന്യൂട്രലൈസ് ആക്കും, അതാ അവിടെ സംഭവിക്കുന്നത്. പിന്നെന്താണ്? പാൻക്രിയാസ് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലെ, ആൽഫ കോശവും ബീറ്റ കോശവും ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ് ബയോളജി PSC എക്സാംസിൽ. നമ്മുടെ ആൽഫ കോശങ്ങൾ എന്തുവാണ് ഉണ്ടാക്കുന്നത്? എന്താണ് ഉണ്ടാക്കുന്നത്? ഗ്ലൂക്കഗോൺ കേട്ടോ. നമ്മുടെ ബീറ്റ സെൽസ് എന്തുവാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിൻ കേട്ടോ. ഇൻസുലിൻ എന്താണ് ഫംഗ്ഷൻ? എന്താണ് ഇൻസുലിന്റെ? ഷുഗർ ലെവല്, നമ്മുടെ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാ. ഓക്കെ, അപ്പോ ഇവിടെ അതല്ല പറയുന്നത്, നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഇതിലെ പാൻക്രിയാറ്റിക് അമൈലേസ് എന്നൊക്കെ പറയുമ്പോഴേ ഓർത്തോണം, അത് എൻസൈമ, അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നത് കേട്ടോ, ലിപ്പേസുകൾ. ഓക്കെ, ഇനി എന്തുവാണ്? നമ്മുടെ ചെറുകുടലിൽ കൂടെ പാസ് ചെയ്ത് പോയി ഈ ആഹാരത്തിൽ നിന്ന് മാക്സിമം ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കുക നമ്മുടെ ശരീരത്തിലേക്ക്. അതിനുശേഷം എന്തുവാ? വൻകുടലിലോട്ട് പോവുക, ലാർജ് ഇൻറ്റസ്റ്റൈൻ.
അപ്പൊ ദഹന വിധേയമാകാത്ത പദാർത്ഥങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ ഇവിടെ എത്തുന്നു. അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചാണ്. അപ്പൊ ഇവിടെയുള്ള ബാക്ടീരിയകള് വൈറ്റമിൻ കെ, ബി കോംപ്ലക്സ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു, ഏനസിലൂടെ പുറന്തള്ളുന്നു. ഓക്കെ, അങ്ങനെ വേസ്റ്റ് ഡിസ്പോസലും കഴിഞ്ഞു. അപ്പോ മനുഷ്യനിൽ പൂർണ്ണമായും കോശബാഹ്യ ദഹനമാണ് നടക്കുന്നത്. ചെറുകുടലിൽ വെച്ച് ദഹനം പൂർണ്ണമാവുകയും ലഘുഘടകങ്ങളുടെ ആഗിരണം മുഖ്യമായും നടക്കുകയും ചെയ്യുന്നു. ചെറുകുടലിൽ ഇതിനാവശ്യമായ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, കോശബാഹ്യ ദഹനം എന്നാ പറഞ്ഞേക്കുന്നത്. കോശത്തിനകത്തല്ല നടന്നേക്കുന്നത്. കോശം കൊണ്ട് ഒരു ഓർഗൻ ഉണ്ടായിട്ട് അതിന്റെ ഉള്ളിലാണ് ഇത് നടന്നേക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് കോശബാഹ്യ ദഹനം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ഈ ആഗിരണം നടക്കുന്നത്? പോഷകങ്ങളുടെ ആഗിരണം 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെന്റിമീറ്ററോളം വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. ഓക്കെ, പേശി നിർമ്മിതമാണ് ചെറുകുടൽ. അപ്പൊ ഇതിന്റെ ആദ്യ ഭാഗമാണ് പക്വാശയം കേട്ടോ. ഈ വയറ് വന്ന് ഇങ്ങനെ വയറ്റിൽ നിന്ന് ഈ എൻട്രി ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ ചെറുകുടലിലോട്ട്, അതാണ് പക്വാശയം. ചെറുകുടലിന്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും, ഡൈജഷനും അബ്സോർപ്ഷനും ഏറെ ഹെൽപ്ഫുൾ ആണ്, സഹായകമാണ്. ഉൾഭിത്തിയിലുടനീളം വിരൽ പോലെയുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ഇതാണ് എന്ത്? വില്ലസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവ ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം, ഏരിയ ഓഫ് അബ്സോർപ്ഷൻ 10 മടങ്ങ് വർദ്ധിപ്പിക്കും കേട്ടോ. ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മളിപ്പോ എന്താണ്, ഒരു വലിയ ഒരു സാരിയോ മുണ്ടോ ഒക്കെ എടുത്തിട്ട് ഒരു ബാഗിന്റെ ഉള്ളിൽ ചുമ്മാ മടക്കാതെ വെറുതെ കുത്തിക്കയറ്റുവാണെങ്കിൽ ആ ഒരു 2 സാരി വല്ലതും നമുക്ക് അങ്ങനെ കയറ്റി വെക്കാൻ പറ്റത്തുള്ളൂ, അല്ലയോ? അതേസമയം മടക്കി വെച്ചേക്കുവാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു 10 സാരികൾ നമുക്ക് ആ ബാഗിൽ കയറ്റാൻ പറ്റും, അല്ലയോ? അപ്പൊ അവിടെ എന്തോ സംഭവിക്കുന്നത്? ഏരിയ, അത്രയും ഏരിയ കൂടുതലല്ല. മടക്കി വെക്കുമ്പോൾ ഏരിയ കോമ്പാക്ട് സ്പേസിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇതൊന്ന് ഓർത്ത് നോക്കിയേ, ഈ വില്ലസ് എന്ന് പറയുന്നത് ഇങ്ങനെ ചുരുണ്ട് വളഞ്ഞ് ഇങ്ങനെ നമ്മുടെ വിരല് കണക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബ്രഷിന്റെ എന്താണ്, ഈ ബ്രിസ്റ്റിലുണ്ടല്ലോ ബ്രഷിന്റെ നാരുകള്, അതേ കണക്ക് ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തോരം ഏരിയ ഉണ്ട് അപ്പം മൊത്തം കൂടെ, അല്ലേ? അപ്പോ അതാണ് വില്ലസിന്റെ പ്രത്യേകത കേട്ടോ. ഫിംഗർ ലേക്ക് സ്ട്രക്ചേഴ്സ് ആണ്, ചെറുവിരൽ പോലെ ഉള്ള സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ചെറുകുടലിലെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് വില്ലസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ വില്ലസിലെ അതിന്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് നോക്കാം. ഏറ്റവും വെളിഭാഗത്ത് ഒറ്റനിര എപ്പിത്തീലിയൽ കോശങ്ങൾ കേട്ടോ, എപ്പിത്തീലിയൽ കോശങ്ങൾ. പിന്നെന്താണ്? രക്തലോമികകള്. എന്താണ് ഈ രക്തലോമികൾ? ക്യാപ്പിലറീസ്. അപ്പോൾ ഒരു ധമനീ ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികകളെ രൂപപ്പെടുത്തുന്നു. ലോമികകൾ കൂടിച്ചേർന്ന് സിരയായി പുറത്തു പോകുന്നു. അപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവയെ ആഗിരണം ചെയ്യുന്നു കേട്ടോ. പിന്നെ ഈ ഗ്രീൻ നിറത്തിൽ കണ്ടോ, ഗ്രീൻ നിറത്തിലൊരു കുഴല്, ഇതാണ് ലാക്റ്റിയൽ എന്ന് പറയും കേട്ടോ. ലാക്റ്റിയൽ ഇത് ലിംഫിന്റെ ഭാഗമാണ്. ലിംഫ്, നമുക്ക് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അറിയാവോ? ലിംഫാറ്റിക് സിസ്റ്റം. അപ്പോൾ നമുക്ക് പഠിക്കാം കേട്ടോ, ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെയും കൂടെ ഒരു ഭാഗമാണ് ഈ ലാക്റ്റിയൽ എന്ന് പറയുന്നത്. ലിംഫ് വാഹിയുടെ ശാഖ. ഇതിലെ ലിംഫിലേക്ക് ഫാറ്റി ആസിഡ്, ഗ്ലിസറോള് എന്നിവയെ ആഗിരണം ചെയ്യുന്നത് കേട്ടോ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ് ലിംഫിലേക്ക് ആഗിരണം ചെയ്യുന്നത്. അപ്പൊ പോഷകഘടകങ്ങളിലെ വില്ലസിലെ രക്തത്തിലേക്കും ലിംഫിലേക്കുമാണ് ആഗിരണം ചെയ്യുന്നത് പോഷകഘടകങ്ങളെ. അപ്പോൾ പോഷകഘടകങ്ങളുടെ സംവഹനത്തിന് രക്തം, ലിംഫ് എന്നിവയുടെ ഘടന എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്കിനി നോക്കാം. അമ്മേ, പട്ടിയെ ഒന്ന് ഇറക്കമ്മേ. അപ്പോൾ
രക്തവും ലിംഫും. അപ്പൊ രക്തത്തില് എന്തൊക്കെ ഘടകങ്ങളുണ്ട്? ഒരു ലിക്വിഡ് മീഡിയവും ഉണ്ട്, രക്തകോശങ്ങളും ഉണ്ട് അല്ലേ? ലിക്വിഡ് മീഡിയമാണ് എന്ത്? ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ. അപ്പൊ 55% എന്താണ്? ഈ പ്ലാസ്മയാണ്. അതേസമയം രക്തകോശങ്ങൾ എന്താണ്? രക്തകോശങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ചുവന്ന രക്തകോശങ്ങൾ അഥവാ റെഡ് ബ്ലഡ് സെല്ല്. പിന്നെന്താണ്? വെളുത്ത രക്തകോശങ്ങൾ അഥവാ വൈറ്റ് ബ്ലഡ് സെല്ല്. പിന്നെന്താണ്? പ്ലേറ്റ്ലെറ്റ് ആണ് വരുന്നത്. അപ്പൊ ഈ ചുവന്ന രക്തകോശങ്ങൾ എന്തിനാണ് കൂട്ടുകാരെ നമ്മളെ സഹായിക്കുന്നത്? ചുവന്ന രക്തകോശങ്ങൾ നമ്മുടെ ഓക്സിജന് അല്ലെ, ഓക്സിജൻ എല്ലായിടത്തേക്കും എത്തിക്കാൻ സഹായിക്കുന്നത് ഈ ചുവന്ന രക്തകോശങ്ങളാണ്. അതേസമയം വെളുത്ത രക്തകോശങ്ങൾ എന്താണ് കൂട്ടുകാരെ? നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഒക്കെ വരുവാണെങ്കിൽ, ഒരു ബാക്ടീരിയ ഒക്കെ നമ്മുടെ ശരീരത്തിൽ കയറുവാണെങ്കിൽ അതിനെ, ആ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ, അപ്പൊ പ്രതിരോധശേഷി നൽകുന്ന കോശങ്ങളാണ് ഏത്? നമ്മുടെ വെളുത്ത രക്തകോശങ്ങൾ. അതേസമയം പ്ലേറ്റ്ലെറ്റ് എന്താണ് കൂട്ടുകാരെ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, സെല്ലുലാർ ഫ്രാഗ്മെന്റ്സ് ആണ്, ചെറിയ ചെറിയ പീസുകളാണത്, പൂർണ്ണമായിട്ടും കോശമായിട്ടല്ല. അപ്പോൾ നമ്മുടെ ലിക്വിഡ് കമ്പോണന്റ് പ്ലാസ്മ, അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? മേജർ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള എന്താ? ജലം തന്നെ. പിന്നെ പ്രോട്ടീനുകൾ വരിക അല്ലെ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻസ് ആണ് വരുന്നത് കേട്ടോ, പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോ മനുഷ്യനിൽ രക്തവും കോശവും തമ്മിൽ പദാർത്ഥങ്ങളുടെ വിനിമയം നടക്കുന്നത് എപ്രകാരമാണ്? അപ്പൊ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ടിഷ്യൂ ദ്രവം എന്ന് പറഞ്ഞൊരു ദ്രവമുണ്ട്, ടിഷ്യൂ ഫ്ലൂയിഡ്, ടിഷ്യൂവിന്റെ ഉള്ളിലൊക്കെ കാണുന്ന ഫ്ലൂയിഡ്. അപ്പൊ ലോമികകൾ നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. എന്തോ ലോമിക എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു? ക്യാപ്പില്ലറീസ് എന്ന് പറയും. അതായത് നമ്മുടെ ആർട്ടറിയിലെ രക്തം നമ്മുടെ വെയിനിലേക്ക് എത്താൻ വേണ്ടി അതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട്, രണ്ടിന്റെയും കണക്ഷനായിട്ട് വർത്തിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ക്യാപ്പിലറീസ്. അതായത് എക്സ്ചേഞ്ച് കിടക്കുന്നത്, ഇന്റർ എക്സ്ചേഞ്ച് കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ ടിഷ്യൂ ദ്രവം, ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങനെയാണ്? ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു. അപ്പോൾ ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. ടിഷ്യൂവിന്റെ ഉള്ളിലേക്ക് ഈ രക്തത്തിലെ ദ്രാവക ഭാഗം ഊറി ഇറങ്ങുക. അപ്പൊ കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ച് മനസ്സിലാക്കണേ. പിന്നെന്താണ് ലിംഫ്? ലിംഫ് നമ്മളിപ്പോ പറഞ്ഞായിരുന്നു അല്ലെ. ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമികളിലേക്ക് പ്രവേശിക്കുന്നു. ലിംഫിലൂടെയാണ് കൊഴുപ്പിന്റെ ദഹനഫലമായിട്ടുണ്ടാവുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസും സംവഹനം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ലിംഫാറ്റിക് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിംഫ് വ്യവസ്ഥ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ലിംഫ് വെസൽസ് അല്ലെങ്കിൽ ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, ജംഗ്ഷൻസ് ആണ് ലിംഫ് നോഡുകൾ, പിന്നെ സ്പ്ലീന്, അസ്ഥിമജ്ജ, തൈമസ് ഗ്ലാൻഡ് എന്നിവ ഒക്കെ ഏതിന്റെ ഭാഗമാണ്? ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ലിംഫില് ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കൂട്ടുകാർ, ഈ തൈമസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞപ്പോ തൈമസിന്റെ ഒരു ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ടി സെൽസ് എന്ന് പറയുന്ന സെല്ലുകളുണ്ട് കേട്ടോ, ടി സെൽസ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള സെല്ലുകളാണ് ടി സെൽസ്. അപ്പൊ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാനും പിന്നെന്താണ് അവരെ പരിപാലിക്കുന്ന ആ ഒരു ഗ്ലാൻഡ് ആണ് നമ്മുടെ തൈമസ് ഗ്ലാൻഡ്. ഓക്കെ, അപ്പോ തൈമസ് ഗ്ലാൻഡിന്റെ ഒരു ഹോർമോണ് തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് കേട്ടോ. അതും ഈ ടി സെല്ലിന്റെ തന്നെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നതാണ്. അപ്പോ പദാർത്ഥ സംവഹനത്തിൽ രക്തത്തിന്റെയും ലിംഫിന്റെയും പ്രാധാന്യം മനസ്സിലായല്ലോ നമുക്ക്. ഓക്കെ, വില്ലസിലേക്ക് പ്രവേശിച്ച ധമനീശാഖ പിരിഞ്ഞ് ലോമികകളായും അവ കൂടിച്ചേർന്ന് ചെറു സിരകളായും പിന്നീട് സിരയായും മാറുന്നുണ്ട്. ശരീരത്തിലെമ്പാടും രക്തക്കുഴലിനെ പദാർത്ഥ കൈമാറ്റത്തിനായി എങ്ങനെയാണ് വിന്യസിച്ചിട്ടുള്ളത്? അപ്പൊ നമുക്ക് നോക്കാം. ഈ രക്തക്കുഴലുകൾ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ആർട്ടറി ഉണ്ട് അല്ലെ, ധമനികളുണ്ട്, പിന്നെന്താണ് നമ്മളിപ്പോ പറഞ്ഞ കാര്യം ലോമിക, ക്യാപ്പിലറീസ് ഉണ്ട്, പിന്നെന്താണ് സിര, വെയിൻസ് ഉണ്ട്.
അപ്പൊ ഈ ആർട്ടറിയുടെ പ്രത്യേകത എന്താണ്? കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി. കാരണം ഹൃദയത്തിൽ നിന്ന് ഡയറക്റ്റ് പമ്പ് ചെയ്ത് വിടുന്ന രക്തമാണ് ഇതിൽ കൂടെ പോകുന്നത്. അപ്പൊ ശക്തിയേറിയ പമ്പിങ്ങാ, നല്ല ശക്തിക്കായിരിക്കും ചോര ഒഴുകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലാസ്തികതയുള്ള ഭിത്തിയാണ്. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു, അതാണ് ഫംഗ്ഷന്. ലോമിക എന്ന് പറയുമ്പോഴോ ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തി, കട്ടി തീരെയില്ല. ഭിത്തിയിൽ സൂക്ഷ്മമായ സുഷിരമുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു ടിഷ്യൂ ഫ്ലൂയിഡിലോട്ട് എങ്ങനെയാ പോകുന്നതെന്ന്, അല്ലേ? ലോമികയിൽ നിന്ന് സൂക്ഷ്മ സുഷിരങ്ങളിൽ കൂടെ ആണ് ദ്രവം ആ കോശങ്ങളിലേക്ക്, കോശത്തിന്റെ ഇടയിലോട്ടുള്ള ഗ്യാപ്പുകളിലേക്കൊക്കെ പോകുന്നത്, ടിഷ്യൂ ഫ്ലൂയിഡ്. അപ്പൊ രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഈ ലോമികയിൽ ഒഴുകുന്നത്. ഇനി സിര എന്താണ്? കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. പിന്നെന്താണ്? രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു. ഈ സിരയിൽ എന്ത് ചോരയാണ് ഒഴുകുന്നത്? ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്സിജൻ കുറഞ്ഞ ബ്ലഡ്, അതായത് ഇംപ്യൂർ ബ്ലഡ്. അതേസമയം നമ്മുടെ ധമനിയിലോ നല്ല ചുവന്ന ചോര നല്ല എന്തുവാ കട്ട ചുവപ്പ് ചോരയാ അവിടെ ഒഴുകുന്നത്, നമ്മുടെ ധമനിയിൽ, ആർട്ടറിയിൽ. അപ്പം വെയിനിന്റെ കാര്യം, വാൽവുകൾ കാണപ്പെടുന്നു കേട്ടോ, വാൽവുകൾ കാണപ്പെടുന്നു. പിന്നെന്താ? ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു തരത്തിലുള്ള സിരകൾ കൂടെ ഉണ്ട് കേട്ടോ. പോർട്ടൽ സിരകളുണ്ട്, പോർട്ടൽ സിരകൾ അഥവാ പോർട്ടൽ വെയിന്. അപ്പൊ ഈ സിരകൾ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, ഇംപ്യൂർ ബ്ലഡ് ഉപയോഗിച്ചു കഴിഞ്ഞ രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോവുക, അതാണ് വെയിൻസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പോർട്ടൽ സിരകൾ എന്ന് പറഞ്ഞാലോ, ഹൃദയത്തിലോട്ട് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു. അപ്പൊ ഇത്തരം സിരകളാണ് പോർട്ടൽ സിരകൾ. അപ്പൊ എക്സാമ്പിൾ എന്താ? ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന ഹെപ്പാറ്റിക് പോർട്ടൽ സിര കേട്ടോ, ഹെപ്പാറ്റിക് വെയിന്, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഇതിന് ഒരു ഉദാഹരണമാണ്, മറക്കല്ലേ, പോർട്ടൽ വെയിൻ. അപ്പോൾ ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്കും ലിംഫിലേക്കും ആഗിരണം ചെയ്യപ്പെട്ട പോഷകഘടകങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നത് എങ്ങനെയായിരിക്കും? എങ്ങനെയാണ്? ബ്ലഡ് വഴി തന്നെ അല്ലേ? ശരി, അപ്പൊ ഇവിടെ നമ്മുടെ ഒരു പോഷകഘടകങ്ങളുടെ സംവഹനം ഇവിടെ കൊടുത്തേക്കുക. കരളിൽ നിന്നും പോഷകഘടകങ്ങൾ അടങ്ങിയ രക്തം ഹെപ്പാറ്റിക് സിര വഴി ഹൃദയത്തിലെത്തുന്നു. പോഷകഘടകങ്ങൾ വില്ലസിലെ രക്തലോമികളിൽ നിന്ന് പോർട്ടൽ സിര വഴി കരളിലെത്തുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം. പിന്നെ ചെറു ലിംഫ് വാഹികളിൽ നിന്നും വലിയ ലിംഫ് വാഹികളിലൂടെ ഹൃദയത്തിലെത്തുന്നു. പിന്നെ പോഷകഘടകങ്ങൾ വില്ലസിലെ ലാക്റ്റിയലിലൂടെ, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ലാക്റ്റിയലിലൂടെ ചെറു ലിംഫ് വാഹികളിലേക്ക്, അവിടെ നിന്നാണ് പിന്നെ എന്താണ് വലിയ ലിംഫ് വാഹികളിലൂടെ ഹൃദയത്തിലെത്തുന്നത്. ശരി, അപ്പൊ അത്രയൊക്കെ ആയി. ഇനി നമുക്ക് ഹൃദയത്തിന്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ, ഹൃദയം. അപ്പൊ ആ ഒരു ആശയത്തിൽ തൊറാക്സിക് ക്യാവിറ്റിയിൽ അല്പം ഇടത്തോട്ട് ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവമാണ് എന്ത്? നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. മസ്കുലാർ ഓർഗനാ അല്ലെ? അപ്പൊ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരിക്കാർഡിയം. ഈ സ്ഥലങ്ങൾക്കിടയിലെ പെരിക്കാർഡിയൽ ദ്രവം, പെരിക്കാർഡിയൽ ഫ്ലൂയിഡ് ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന്, ഷോക്കുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം, ഫ്രിക്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. എന്ത്? നമ്മുടെ പെരിക്കാർഡിയൽ ഫ്ലൂയിഡ്. പെരിക്കാർഡിയം എന്തുവാ? ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഡബിൾ മെംബ്രെയിൻ ആണ് പെരിക്കാർഡിയം. അപ്പൊ നമ്മുടെ ഈ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ കണ്ടോ റിബ്കേജിന്റെ ഒക്കെ ഒരു മിഡിലായിട്ട് വരും. ബാക്കി എന്തോ ലങ്സാ അല്ലേ? അപ്പം പൂർണ്ണമായിട്ടും ഇടത്തോട്ടും അല്ല, ശരിക്കും മിഡിൽ ഭാഗമാ. എന്നാലും ഹൃദയത്തിന് ഇടത്തോട്ടൊരു ചരിവുള്ളതുകൊണ്ടാണ് ഇടത് ഭാഗം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഹൃദയത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ശരീരഭാഗം നമ്മൾ രണ്ടായിട്ട് തിരിച്ചെന്ന് വെച്ചോ, മുകൾ ഭാഗവും താഴ്ഭാഗവുമായിട്ട് തിരിച്ചു. അപ്പോൾ ഈ മുകൾ ഭാഗത്തെ ഉപയോഗിച്ച് കഴിഞ്ഞ രക്തം കൊണ്ടുവരുന്ന സിരയാണ് ഈ ഊർധ്വ മഹാസിര അഥവാ സുപ്പീരിയർ വീന കാവ. അതേസമയം നമ്മുടെ താഴ്ഭാഗത്ത് നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ രക്തം കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന സിരയാണ് അധോ മഹാസിര അഥവാ ഇൻഫീരിയർ വീന കാവ. അപ്പൊ സുപ്പീരിയർ മുകൾ ഭാഗത്തുനിന്ന്, ഇൻഫീരിയർ താഴെ ഭാഗത്തുനിന്ന് വരുന്നു. അപ്പോ ഈ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നത്, ഈ രക്തം ഇംപ്യൂർ ബ്ലഡ് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് എവിടെയാണ് അത് കൊണ്ട് നിക്ഷേപിക്കുന്നത്? ഏത് ഭാഗത്താണ്? എ എന്ന് മാർക്ക് ചെയ്തേക്കുന്ന കണ്ടോ, വലത് ഏട്രിയത്തിലാണ് കേട്ടോ, വലത് ഏട്രിയത്തില്. അപ്പോ ഈ വലത് ഏട്രിയത്തിൽ നിന്ന് പിന്നെ താഴേക്ക് വലിയ അറയുണ്ടല്ലേ, ഈ വലിയ അറയിലേക്ക് വീഴും.
വലിയ അറയിലേക്ക് വീഴുന്നത് 3 വാൽവുകളുണ്ട് കേട്ടോ. 3 വാൽവാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ട്രൈ കസ്പിഡ് വാൽവ് എന്ന് പറയും. ട്രൈ കസ്പിഡ് വാൽവ്. അപ്പൊ ഇവിടെ എന്തിനാ ഈ വാൽവ് ശരിക്കും എന്തിനാ? ടു പ്രിവെന്റ് ബാക്ക് ഫ്ലോ ഓഫ് ദ ബ്ലഡ് അല്ലെ, രക്തം പുറകോട്ട് ഒഴുകുന്ന തടയാനാണ്. അപ്പോ ഇവിടുന്ന് നമ്മുടെ വലത് വെൻട്രിക്കിളിലേക്ക് വീണ് കഴിയുമ്പോൾ ഇവിടുന്ന് ഇനി ഈ രക്തം, ഇപ്പൊ ഈ രക്തത്തിൽ എന്താ ഓക്സിജൻ ഇല്ല. ഇനി ഓക്സിജൻ കയറ്റാൻ വേണ്ടി ഈ രക്തം എങ്ങോട്ട് പമ്പ് ചെയ്യപ്പെടും? എവിടെ ആയിരിക്കും നമ്മൾ ഓക്സിജൻ സ്വീകരിക്കുന്നത്? നമ്മുടെ ഏത് അവയവത്തിലാണ്? ലങ്സ് ആണ് അല്ലേ. അപ്പോ ഈ വലത് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ ലങ്സിലേക്ക് ചോര പമ്പ് ചെയ്ത് വിടുക ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഈ ലങ്സിലേക്ക് രക്തം ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഓക്സിജന് കയറും. ഡിഫ്യൂഷന് അറിയാലോ, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. അപ്പം ഓക്സിജന്റെ അളവ് കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് കയറുക. രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് കൂടുതൽ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് എസ്കേപ്പ് ആവുകയും ചെയ്യും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ വരികയും ചെയ്യും, ഓക്സിജൻ കയറുകയും ചെയ്യും. അപ്പൊ ഈ രക്തം എന്നിട്ട് എങ്ങോട്ട് വന്ന് കയറുക? നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഇടത് ഏട്രിയം, മുകൾ ഭാഗമാണ് കേട്ടോ, ഇടത് ഏട്രിയത്തിലേക്ക് വന്ന് കയറും. ഇടത് ഏട്രിയത്തിൽ നിന്നും പിന്നെ രക്തം താഴേക്ക് വീഴും, വെൻട്രിക്കിളിലോട്ട് വീഴും, അതായത് ഇടത് വെൻട്രിക്കിളിലോട്ട്. അപ്പൊ അത് 2 വാൽവുകളുണ്ട് അതുവഴിയാണേ. അപ്പൊ ആ 2 വാൽവിന് പറയുന്ന ബൈ കേട്ടോ, ബൈ കസ്പിഡ് വാൽവ്, ബൈ കസ്പിഡ് വാൽവ്. ഇനി ഇവിടെ വെച്ച് എന്താണ്, ഇവിടുന്ന് ഇനി രക്തം പമ്പ് ചെയ്ത് നമ്മുടെ ശരീരം ഒട്ടാകെ ഈ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ചോര പമ്പ് ചെയ്ത് വിടുക ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആ പമ്പ് ചെയ്ത് വിടുമ്പോ ആദ്യത്തെ എന്താണ്, ആ വലിയ ധമനി, ആർട്ടറി എന്ന് പറയുന്നതാണ് അയോർട്ട എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ ഹൃദയത്തിൽ ഈ വലത് വെൻട്രിക്കിളിൽ നിന്നും അശുദ്ധമായ രക്തം ഓക്സിജൻ കയറ്റാൻ വേണ്ടി നമ്മള് ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോ ഹൃദയത്തിൽ നിന്ന് സാധാരണ നമ്മൾ ലീവ് ചെയ്യുന്ന രക്തക്കുഴലിന് എന്താണ് പറയുന്നത്? ഹൃദയത്തിൽ നിന്ന് എക്സിറ്റ് ആവുന്ന രക്തക്കുഴലിന് ആർട്ടറി എന്നാ പറയുന്നത്. അപ്പൊ ആർട്ടറിയിൽ മിക്കവാറും എന്താ, ശുദ്ധരക്തമാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്ത് വിടുമ്പോൾ പൾമോണറി ആർട്ടറി എന്നാണ് ആ ഒരു ആർട്ടറിക്ക് പറയുന്നത്, ധമനിക്ക് പറയുന്നത് പൾമോണറി ആർട്ടറി. ഈ ആർട്ടറിയിൽ മാത്രം വ്യത്യാസമുണ്ട്, ശുദ്ധരക്തമല്ല, അവിടെ അശുദ്ധരക്തമാണ് വരുന്നത് കേട്ടോ, അശുദ്ധരക്തമാണ്. അതേപോലെ തന്നെ ഈ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന്, ലങ്സിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമല്ലോ. എങ്ങോട്ടാ വരുന്നത്? ഇടത് ഏട്രിയത്തിലോട്ട് വരും. അപ്പോ അവിടെ ആ ഒരു കുഴലുണ്ടല്ലോ. അപ്പൊ ഹൃദയത്തിലോട്ട് വന്നു കയറുന്നത് വെയിൻസാ അല്ലെ, വെയിന്, സിരകളാ. അപ്പൊ സാധാരണയായിട്ട് വെയിൻസ് എന്താ ക്യാരി ചെയ്യുന്നത്? അശുദ്ധരക്തമാണ്. പക്ഷെ ഇവിടെ മാത്രം ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലോട്ട് വരുന്ന കുഴലിൽ മാത്രം, വെയിൻസിൽ മാത്രം നല്ല ചോരയാ, നല്ല ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡാ ഉള്ളത് കേട്ടോ, പൾമോണറി വെയിൻസിൽ. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ ഓർക്കാനുള്ള ഒരു കാര്യം. അപ്പോ ഇനി നമുക്ക് ഏട്രിയങ്ങളുടെ സങ്കോചം കേട്ടോ, ഏട്രിയൽ സിസ്റ്റോള്. അപ്പോ എന്താണ്, വലത്തെ ഏട്രിയത്തിൽ നിന്ന് രക്തം പ്രവേശിക്കുന്ന അറ, പിന്നെ ഇടത്തെ ഏട്രിയത്തിൽ നിന്ന് രക്തം പ്രവേശിക്കുന്ന അറ. എന്താണ് സങ്കോചം? എന്താണ് സങ്കോചം? ഇതിങ്ങനെ ചുരുങ്ങുന്നതാണ് കേട്ടോ, ചുരുങ്ങുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പൊ ഏട്രിയം, നമ്മുടെ ഹൃദയത്തിന്റെ മുകൾ ഭാഗത്തെ 2 അറകള്, അത് ചുരുങ്ങുന്നതിനെയാണ് നമ്മൾ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പോ വെൻട്രിക്കിള് അതായത് താഴെ ഭാഗം, വലിയ അറകള്, അതിന്റെ സങ്കോചം അല്ലെങ്കിൽ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുന്നത് എന്താണ്? ആ താഴ്ഭാഗങ്ങൾ ചുരുങ്ങി പമ്പ് ചെയ്യുന്നതാ, രക്തം പമ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ വലത് വെൻട്രിക്കിളിൽ നിന്നും രക്തം ശ്വാസകോശ ധമനി, പൾമോണറി ആർട്ടറി വഴി ശ്വാസകോശങ്ങളിലേക്കും ഇടത് വെൻട്രിക്കിളിൽ നിന്നും രക്തം മഹാധമനി അല്ലെങ്കിൽ അയോർട്ട വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യപ്പെടുന്നു. ഓക്കെ. ഇനി ഏട്രിയവും വെൻട്രിക്കിളിന്റെയും പൂർവ്വസ്ഥിതി പ്രാപിക്കൽ അഥവാ ജോയിന്റ് ഡയാസ്റ്റോൾ എന്താണ്? വെൻട്രിക്കിളിന്റെ സങ്കോചത്തെ തുടർന്ന് ഹൃദയത്തിൽ നിന്ന് രക്തക്കുഴലിലേക്ക് രക്തം ഒഴുകിയ ശേഷം 4 അറകളും ഒന്നിച്ച് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു കേട്ടോ, 4 അറകളും ഒന്നിച്ച് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഏട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും പൂർവ്വസ്ഥിതി പ്രാപിക്കല്. ഓക്കെ.
അപ്പോൾ പൂർവ്വസ്ഥിതി പ്രാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്തുവാ, പിന്നെയും രക്തം അതിനകത്തോട്ട് വന്ന് വീഴും, നമ്മുടെ വലത് ഏട്രിയത്തിലേക്ക് വന്ന് വീഴും, പിന്നെയും എന്താണ് വലത് ഏട്രിയത്തിൽ നിന്ന് താഴേക്ക് പോകും, വലത് വെൻട്രിക്കിലോട്ട് പോകും, പിന്നെയും ഇത് ഇങ്ങനെ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൃദയസ്പന്ദനം, ഹാർട്ട് ബീറ്റ്, കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? കാർഡിയാക് സൈക്കിളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ജോയിന്റ് ഡയാസ്റ്റോൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, ഏട്രിയവും വെൻട്രിക്കിളും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത്. പിന്നെന്താണ്? ഏട്രിയൽ സിസ്റ്റോള്, നമ്മുടെ ഏട്രിയം മുകൾ ഭാഗങ്ങള്, ഹൃദയത്തിന്റെ മുകളിലെ അറകള് സങ്കോചിക്കുന്നതാണ് ഏട്രിയൽ സിസ്റ്റോള്. പിന്നെ വെൻട്രിക്കുലാർ സിസ്റ്റോള്, നമ്മുടെ വെൻട്രിക്കിള് താഴ്ഭാഗങ്ങള്, താഴത്തെ അറകള് സങ്കോചിക്കുന്നതാണ് വെൻട്രിക്കുലാർ സിസ്റ്റോള്. ശരി, അപ്പോ നമ്മുടെ ഹൃദയസ്പന്ദനത്തിന്റെ കാര്യം, ഹൃദയസ്പന്ദനം പൂർത്തിയാകാന് 0.8 സെക്കൻഡ് സമയം ആവശ്യമാണ്. 0.8 സെക്കൻഡ് സമയം ആവശ്യമാണ്. അപ്പോൾ ഒരു കാർഡിയാക് സൈക്കിളാണ് ഒരു ഹൃദയസ്പന്ദനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹൃദയപേശികളുടെ താളാത്മകമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ SA നോഡ് അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡ് എന്ന ഭാഗമാണ് കേട്ടോ. അപ്പൊ ഈ ഭാഗം തന്നെ പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ, പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ ഹൃദയം സ്പന്ദിക്കുമ്പോൾ ഹൃദയഭിത്തികളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങൾ ഒരു ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നതാണ് എന്ത്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതിനുപയോഗിക്കുന്ന ഉപകരണമാണ്. അപ്പോൾ ഈ ECG പരിശോധിച്ചാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കും. പിന്നെ എന്താണ്? പൾസിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. പൾസ് എന്താണ്? പൾസ് നമ്മുടെ കൈത്തണ്ടയിലോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന്റെ വശത്തോ ഒക്കെ നമ്മളിങ്ങനെ വിരലമർത്തി നോക്കിയാൽ നമുക്ക് നമ്മുടെ രക്തം പമ്പാവുന്നത് അറിയാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മുടെ ഹൃദയസ്പന്ദനം തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോ അതാണ് പൾസ് എന്ന് പറയുന്നത് കേട്ടോ, പൾസ്. പിന്നെന്താണ് പറയുന്നത്? നമ്മുടെ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷറിന്റെ കാര്യമാണ്. അപ്പൊ ഹൃദയം സങ്കോചിക്കുന്നതും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് എന്ത്? ഈ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റോളിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഹൃദയം സങ്കോചിക്കുമ്പോഴത്തെയാ. അപ്പോ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലി രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. അതേസമയം ഡയാസ്റ്റോളിലാണെങ്കിലോ ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ, റിലാക്സ് ആകുമ്പോൾ ഏകദേശം 70 മില്ലി രക്തം ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ധമനികളില് സിസ്റ്റോൾ സമയത്ത് ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് 120 mmHg. അപ്പൊ ആ ഒരു സമയത്ത് അനുഭവപ്പെടുന്ന പ്രഷറാണ് എന്ത്? സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ധമനികളിൽ അനുഭവപ്പെടുന്ന പ്രഷർ ഏത് സമയം? നമ്മുടെ ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്രഷറാണ് എത്ര? 80 എന്ന് പറയുന്നത് ഡയാസ്റ്റോളിക് പ്രഷർ. ഓക്കെ, സിസ്റ്റോളിക് പ്രഷർ 120ഉം ഡയാസ്റ്റോളിക് പ്രഷർ 80ഉമാണ്. അപ്പൊ നോർമൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 120/80 mmHg ആണ് കേട്ടോ. അപ്പൊ ഈ രക്തസമ്മർദ്ദത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എന്തൊക്കെ? നമ്മുടെ സ്പിഗ്മോമാനോമീറ്ററും ഡിജിറ്റൽ BP അപ്പാരറ്റസും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കയ്യിൽ ഇങ്ങനെ ഘടിപ്പിച്ച് ഒരു ബലൂൺ കണക്കെ അല്ലേ? അപ്പൊ അത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ബ്ലഡ് പ്രഷർ. പിന്നെ നമുക്ക് നോക്കാനുള്ള ഡബിൾ സർക്കുലേഷൻ. എന്താണ് ഡബിൾ സർക്കുലേഷൻ അഥവാ ദ്വിപര്യനം എന്ന് പറഞ്ഞാല്, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്നുള്ള രക്തം വീണ്ടും അതേ ഭാഗത്ത് എത്തുന്നതിനിടയിൽ ഹൃദയത്തിലൂടെ എത്ര തവണ കയറി ഇറങ്ങുന്നുണ്ട്? 2 തവണ കയറി ഇറങ്ങുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയാട്ടെ, പൾമനറി പര്യനം. അപ്പൊ ശ്വാസകോശ ധമനി, പിന്നെ എങ്ങോട്ടാ? ശ്വാസകോശം, പിന്നെ എങ്ങോട്ടാ? ശ്വാസകോശ സ്ഥിര വഴി, പിന്നെ ഹൃദയത്തിലോട്ട് വന്ന് കയറുക. അപ്പോ സിസ്റ്റമിക് പര്യനത്തിൽ എന്തോ വരുന്നത്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഊർധ്വ മഹാസിര, അധോ മഹാസിര വഴി ഹൃദയത്തിലോട്ട് തന്നെ വരുന്നു. പിന്നെ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്ത് മഹാധമനി വഴി
ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരിക. അപ്പോൾ ഒരേ സമയം 2 തവണ രക്തം കയറുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. അതാണ് ഇത് ദുപര്യനം എന്ന് പറയുന്നത്, അഥവാ ഡബിൾ സർക്കുലേഷൻ. അപ്പോൾ സിസ്റ്റമിക് പര്യയനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ ഏട്രിയത്തിലും, പൾമണറി പര്യയനം വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ ഏട്രിയത്തിലും അവസാനിക്കുന്നു. രക്തപര്യനത്തിൽ ഒരേ രക്തം 2 പ്രാവശ്യം ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനം ദുപര്യനം എന്ന് അറിയപ്പെടുന്നു കേട്ടോ. ഒരേ രക്തം 2 തവണ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ദുപര്യനം എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഹൃദയാരോഗ്യത്തെ കുറിച്ചാണ്. ഹൃദയാരോഗ്യം. അപ്പൊ ഹൃദയത്തിനുണ്ടാകുന്ന തകരാറ് മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെയും ദോഷകരമായി ബാധിക്കും. കാരണം എന്താ, രക്തം എല്ലായിടത്തും വേണം അല്ലെ? രക്തത്തിലാണ് നമ്മുടെ ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഹൃദയം തകരാറിലായി കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള രക്തമൊന്നും എത്തത്തുമില്ല, മറ്റ് അവയവങ്ങളും ഫെയിൽ ആവും അല്ലേ? അപ്പോൾ ഈ ഹൃദയത്തെ ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? വ്യായാമക്കുറവ്, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങള്, മാനസിക സമ്മർദ്ദം അല്ലെ? നമുക്കൊക്കെ ഉണ്ട്, ഭയങ്കര ടെൻഷനുണ്ട്, മാനസിക സമ്മർദ്ദം. പിന്നെന്താണ്? പുകവലി, മദ്യപാനം, ഇതൊക്കെ തന്നെ ഹൃദയത്തിന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ വ്യായാമക്കുറവ്, ആവശ്യത്തിന് വ്യായാമം ഇല്ലാത്തത് ഹൃദയത്തെ ദുർബലപ്പെടുത്തും. അപ്പൊ അനാരോഗ്യകരമായ ഭക്ഷണശീലം, കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് ഇവയൊക്കെ കൂടിയ അളവിൽ കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് ഹാനികരമാണ്. മാനസിക സമ്മർദ്ദവും നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും രക്തക്കുഴലിന് തകരാറുണ്ടാക്കുകയും ചെയ്യും ടെൻഷൻ അടിക്കുവാണെങ്കിൽ. പിന്നെ പുകവലി രക്തക്കുഴലിനെ ചുരുക്കുകയും ഹൃദയാഘാതം, പക്ഷാഘാതം, സ്ട്രോക്ക്, അപ്പൊ ഇതിന്റെയൊക്കെ സാധ്യത വർദ്ധിപ്പിക്കും. മദ്യപാനമാണെങ്കിലോ, അമിതമായ മദ്യപാനം ഹൃദയപേശികളെ ദുർബലപ്പെടുത്തുകയും ഹൃദയതാളം തെറ്റാൻ കാരണമാവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഹാബിറ്റ്സ്. അപ്പോൾ ലോക ഹൃദയ ദിനം കേട്ടോ, ഹൃദ്രോഗികളുടെ എണ്ണം കൂടുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന് കാരണമാകുന്നു. ഇത് അഥീറോസ്ക്ലെറോസിസ് കേട്ടോ, ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തം ഒഴുകാൻ തടസ്സമാകുന്ന അസുഖമാണ് അഥീറോസ്ക്ലെറോസിസ്. അപ്പൊ ഈ രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു. ഇതിന്റെ ഫലമായി കൊറോണറി ധമനിയിൽ രക്തം കട്ട പിടിച്ച് കൊറോണറി ത്രോംബോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അത് ഹാർട്ട് അറ്റാക്കിന് കാരണമാവുകയും ചെയ്തേക്കാം കേട്ടോ. ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? സെപ്റ്റംബർ 29 ആണ് കേട്ടോ, സെപ്റ്റംബർ 29. അപ്പൊ നമ്മള് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചെടികളിലും വൃക്ഷങ്ങളിലും മരങ്ങളിലും ഒക്കെ എങ്ങനെയാണ് ഈ ജലവും ലവണങ്ങളും ഒക്കെ എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഏതാണ് നമുക്കറിയാം അല്ലേ? ഏത് ടിഷ്യൂസ് ആണ്? സൈലവും ഫ്ലോയവും ആണ്. സൈലവും ഫ്ലോയവും. അപ്പൊ സൈലത്തില് ട്രക്കീഡ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, വെസൽ എന്ന് പറയുന്ന ഭാഗമുണ്ട്. മൃതകോശങ്ങൾ ഇലകളുടെ ചെറു ഞരമ്പുകൾ രൂപപ്പെടുത്തുന്നു. നീളമുള്ള സ്പിൻഡിൽ ആകൃതിയുള്ളവയാണ് എന്ത്? ഈ ട്രക്കീഡ് എന്ന് പറയുന്നത് സൈലത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ വെസൽസ് എന്താണ്? മൃതകോശങ്ങള്, ഡെഡ് സെല്ലുകളാ, ജീവനില്ല, അതാണ്. പിന്നെ കുറുകെയുള്ള ഭിത്തികൾ നശിച്ചു പോയതിനാൽ നീണ്ട പൈപ്പുകൾ പോലെ കാണപ്പെടുന്നു കേട്ടോ. വെസൽ എന്ന് പറയുമ്പോൾ അപ്പൊ പൈപ്പ് കണക്കെ തന്നെ ഇരിക്കുന്നത്. ഫംഗ്ഷൻ എന്താണ്? വെള്ളം കൊണ്ടുപോവുക എന്നുള്ളതാണ്, ജലവും ലവണങ്ങളും. അതേസമയം ഫ്ലോയത്തിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? സീവ് നാളി അഥവാ സീവ് ട്യൂബുകൾ വരുന്നു. ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു കേട്ടോ. കോശത്തിനുള്ളിലൂടെ ആഹാര തന്മാത്രകൾ സഞ്ചരിക്കുക. അപ്പൊ എവിടുന്ന് എങ്ങോട്ടായിരിക്കും? ആഹാരം ഉണ്ടാക്കുന്ന ഇലകളിൽ നിന്ന് അല്ലെ? അപ്പൊ ഇലകളിൽ നിന്ന് മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും ആയിരിക്കും. അപ്പൊ സഹകോശം അഥവാ കമ്പാനിയൻ സെൽ, അതും നമ്മുടെ ഫ്ലോയത്തിന്റെ തന്നെ ഭാഗമാണ്. ഈ സീവ് ട്യൂബിനോടൊപ്പം ചേർന്ന് ആഹാര സമാഹരണത്തിന് സഹായിക്കുന്നതാണ് ഈ സഹകോശത്തിന്റെ അഥവാ കമ്പാനിയൻ സെൽസിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ജലസംവഹനം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ സൈലം കുഴലുകളിൽ നിന്ന് ഓസ്മോസിസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? ജലത്തിന്റെ മൂവ്മെന്റ് എവിടെ നിന്ന് എങ്ങോട്ട്? ഗാഢത കൂടിയിടത്ത് നിന്നും ഗാഢത കുറഞ്ഞിടത്തേക്ക് ഏതിൽ കൂടെ? ത്രൂ സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ, കോശസ്തരത്തിലൂടെ ഉള്ള സഞ്ചാരമാണ് ഈ ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോസിസിലൂടെ ഇലകളിലെ കോശത്തിലെത്തുന്ന ജലം സസ്യസ്വേദനം വഴി പുറത്തേക്ക്. അടുത്ത എന്താണ്? സസ്യസ്വേദന, ട്രാൻസ്പിറേഷൻ ആണ്. അപ്പോൾ സസ്യസ്വേദനത്തിലൂടെ ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുത്തുന്നത്
സൈലം കുഴലുകളിലൂടെ ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. നമ്മൾ സ്ട്രോ ഒക്കെ വെച്ച് ഇങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്ന കണക്കെ ഏത് ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുമ്പോൾ ഈ സൈലം കുഴലുകളിൽ കൂടെ ജലം ഇങ്ങനെ പിന്നെയും മുകളിലോട്ടൊരു വലിവ് കാണും, ഒരു പുള്ളിങ് കാണും. അതാണ്. അപ്പൊ ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകും. ജലതന്മാത്രകളുടെ കൊഹിഷൻ ഒട്ടിയിരിക്കുന്നത് അല്ലെ, അഡ്ഹിഷൻ ബലങ്ങള് ഈ പ്രക്രിയയെ സഹായിക്കുന്നു. പിന്നെന്താണ്, ഓസ്മോസിസ് മൂലം ജലം വേരിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. വെളിയിലായിരിക്കുമല്ലോ വെള്ളം കൂടുതൽ അല്ലെ, അതുകൊണ്ട് വെളിയിൽ നിന്ന് അകത്തേക്ക് കയറും. ഗാഢത കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് കയറുക. അപ്പൊ സൈലം കുഴലിലെത്തുന്ന ജലത്തിന്റെ ഉയർച്ചയ്ക്ക് റൂട്ട് പ്രഷർ ഒരു പരിധി വരെ സഹായിക്കുന്നത് അല്ലെ. റൂട്ട് പ്രഷർ ഇവിടെ സഹായിക്കുന്നുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്, ആഹാര സംവഹനത്തിന്റെ കാര്യം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെ സൂക്രോസിന്റെ രൂപത്തിൽ സീവ് നാളികളിലേക്ക് ഊർജ്ജം ഉപയോഗിച്ച് കടത്തുന്നു. സീവ് നാളികളിലേക്ക് സീവ് നാളികളിലെ സൂക്രോസിന്റെ ഉയർന്ന ഗാഢത അടുത്തുള്ള സൈലം കുഴലുകളിൽ നിന്ന് ജലം അവിടേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകുന്നു. എന്തുകൊണ്ടാ? സീവ് നാളികളിൽ സൂക്രോസ് ആണ് കൂടുതലായിട്ടുള്ള, വെള്ളമില്ല. അപ്പോ അടുത്തുള്ള സൈലം കുഴലിൽ നിന്ന് വെള്ളം എങ്ങോട്ട് കയറും? വെള്ളത്തിന്റെ ഗാഢത അവിടെ കുറവാ, അതുകൊണ്ട് വെള്ളം അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് കാരണമാകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ, അതിനെയാണ് ടർഗർ പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ടർഗർ പ്രഷർ കാരണം സീവ് നാളികളിലൂടെ ഈ സൂക്രോസിന്റെ സംവഹനം നടക്കുന്നു കേട്ടോ. പിന്നെന്താണ് നോക്കാനുള്ളത്? നമ്മുടെ കോശങ്ങളിലേക്ക് സൂക്രോസിന്റെ പ്രവേശനം കണ്ടോ, അത് ഗാഢത കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തോട്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സസ്യങ്ങളിലെ സംവഹനം എന്ന് പറയുന്നത്. സൈലവും ഫ്ലോയം കുഴലുകളും വഴി നടക്കുന്ന പ്രോസസ്സുകളാണ്. ഓക്കെ, അപ്പൊ അതിരാവിലെ ചില സസ്യങ്ങളുടെ ഇലകളുടെ അരികുകളിൽ തങ്ങി നിൽക്കുന്ന ജലകണികകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്താണ്? ട്രാൻസ്പിറേഷൻ അത് കേട്ടോ, സസ്യോത്സേചനമാണ്, ട്രാൻസ്പിറേഷൻ നടക്കുന്നുണ്ട്. അപ്പോ പ്രോട്ടീൻ, അന്നജം, കൊഴുപ്പ് എന്നിങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ സസ്യങ്ങൾ സംഭരിക്കുന്ന ആഹാരം പരപോഷികളായ ജീവികൾ ആഹരിക്കുക വഴി ജീവലോകത്തിന്റെ നിലനിൽപ്പ് സാധ്യമാകുന്നു. ഇങ്ങനെ ലഭിക്കുന്ന പോഷകങ്ങളെ ലഘുഘടകങ്ങളാക്കുന്ന പ്രക്രിയയും വിവിധ പോഷകങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ലഘു തന്മാത്രകളും അവയുടെ ആഗിരണവും സംവഹനവും മനസ്സിലാക്കിയല്ലോ. ഇതിന് സഹായിക്കുന്ന ദഹന വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ എന്നിവയുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ജീവിത രീതി പിന്തുടരേണ്ടത് നമ്മുടെ കടമയാണ്. കോശത്തിൽ ഉണ്ടാകുന്ന വിവിധ ഘടകങ്ങളും ബാഹ്യ പരിസരത്ത് നിന്ന് കോശത്തിലെത്തുന്ന ഘടകങ്ങളും നിരന്തരമായ രാസപ്രവർത്തനത്തിന് വിധേയമാകുന്നതിന്റെ ഫലമായാണ് ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഊർജ ഉൽപാദനം അത്തരത്തിലൊരു പ്രവർത്തനമാണ്. ഇങ്ങനെയുള്ള ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ധാരാളം വിസർജ്യ വസ്തുക്കളും ഉണ്ടാകുന്നുണ്ട്. ഇവ യഥാസമയം നീക്കം ചെയ്യപ്പെടുന്നത് ജീവൽ പ്രവർത്തനങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക്, ബാലൻസിങ്ങിന് അത്യാവശ്യമാണ്.